ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയായ അപരാജിത ബാനർജിയുമായുള്ള അഭിമുഖം കേൾക്കാം. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ജനിച്ചു വളർന്ന അപരാജിത ബംഗാളിയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ആകാശവാണിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ അപരാജിത കഴിഞ്ഞ 29 വർഷമായി കേരളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു വരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കർമ്മമണ്ഡലം കേരളമാണ്. അപരാജിതയുമായി സംസാരിക്കുന്നത് ഐശ്വര്യ. നമസ്കാരം. നമസ്കാരം. ആകാശവാണിയിൽ 8 വയസ്സിൽ ആദ്യമായിട്ട് പാട്ടുപാടി എന്ന് പറയുന്നു. ആ പാട്ടിൽ തുടങ്ങിയാലോ? റായ്പൂർ AIR ഞാൻ ബാലകലാകാരായിട്ടാണ് ജോയിൻ ചെയ്തത്. ഛത്തീസ്ഗഡ് എന്ന ഒരു ബേസിക് ലാംഗ്വേജ് നമ്മുടെ സംസാരിക്കുന്നത് ഛത്തീസ്ഗഡിയാണ്. അപ്പോൾ ആ ഛത്തീസ്ഗഡിന്ന് പാടിയത് ഒരു പാട്ട് ഇതുവരെ സൂക്ഷിച്ച് റായ്പൂർ AIR വെച്ചിട്ടുണ്ട്. ദദഗമഹു ബൻഹു സിപാഹി, ദദഗമഹു ബൻഹു സിപാഹി, सीमा मा जाहूं बंदूक चलाहूं, सीमा मा जाहूं बंदूक चलाहूं. സംഗീതത്തിന് ഭാഷയില്ല എന്നാണ് പറയാറ്. ഭാഷ അറിയാത്ത ഒരു നാട്ടിലേക്ക് 29 വർഷം മുൻപ് വരുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഹസ്ബൻഡ് ഇവിടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി അവിടെയാണ് ജോയിൻ ചെയ്ത് ആസ് എ സയന്റിസ്റ്റ്. എൻ്റെ ആക്ച്വലി സബ്ജക്റ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ദാറ്റ് വാസ് കോമേഴ്സ്. CA ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഗ്രൂപ്പൊക്കെ പാസ്സായി ശേഷമാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്നിട്ടൊരു ലാംഗ്വേജ് ഇഷ്യൂ ആയിരുന്നു. പിന്നെ ഒരു ചെറുതായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ CA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരു പാരലലി 2 പ്രൊഫഷൻ ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പഠിത്തം, പിന്നെ പ്രൊഫഷണലി പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ആ സമയം. ആ സമയത്ത് തന്നെ കുറേ സ്റ്റേജുകളൊക്കെ. അതെ. ബിക്കോസ് ഞാൻ ഈ 8-9 ഇയേഴ്സ് വയസ്സ് മുതലാണ് തുടങ്ങിയത്. അപ്പോൾ ഓൾറെഡി പ്രൊഫഷണലി റെക്കോർഡിങ്സും പ്രോഗ്രാംസും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരു ബ്ലാങ്ക്നെസ്, ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല. എന്താണ് ചെയ്യാനുള്ളത്, മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ല. കാരണം ഭാഷ അത്ര ഒരു ഐഡിയ ഇല്ലാത്ത സമയമായതുകൊണ്ട് ഹിന്ദുസ്ഥാനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല, ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ സ്റ്റുഡൻസ് ആരെങ്കിലും കാണുമോ, അങ്ങനെ പോലത്തെ ഒരു പിടിയില്ലായിരുന്നു. ഒരു തരത്തിലും കണക്ഷൻ കിട്ടാത്ത പോലെ. ഞാൻ ആ സമയമാണ് മാസ്റ്റേഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തു. ഗ്രാജുവേഷൻ പാരലലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഗീതത്തിന് മാസ്റ്റേഴ്സിന് വേണ്ടിയാണ് ജോയിൻ ചെയ്തു. അതിന് ഒരു ടോപ്പറായ ശേഷം നോർത്ത് ഇന്ത്യൻ മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു. അവരെ കൂടി പരിചയമായത് ശേഷമാണ് ഞാൻ പെർഫോമൻസ് ആണ് തുടങ്ങിയത്. 3-4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പെർഫോമൻസ് ഒക്കെ കേട്ട് ശേഷം പേപ്പറിന് കുറെ റിവ്യൂ ഒക്കെ വന്ന ശേഷമാണ് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി വെതർ പഠിപ്പിക്കാൻ പറ്റൂല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് അത്ര ആഗ്രഹമില്ലായിരുന്നു. കൊച്ചു വയസ്സായിരുന്നു. പെർഫോമൻസ് ആണ് കൂടുതൽ ആഗ്രഹം. പക്ഷെ എനിക്ക് തോന്നിയത് അറ്റ്ലീസ്റ്റ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മ്യൂസിക് എത്ര പഠിച്ചിട്ടുണ്ട് അതെനിക്ക് കണ്ടിന്യൂ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഒരു 1-2 കുട്ടികൾ വെച്ചാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത് 2002 ഓൺവേർഡ്സ്. ആദ്യമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം മലയാളികൾക്ക് അത്രയും പരിചയമില്ലാത്ത സമയത്ത് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു പെർഫോമൻസ്. അതെ. ആ വേദികളിൽ നിന്ന് എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ കേരള മ്യൂസിക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അത് നല്ല കറക്റ്റ് ശ്രുതി താളം ഉണ്ടെങ്കിൽ, ഒരു മോഡുലേഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ തന്നെ അവർക്ക് അത് ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി അവർ വന്നിട്ട് പറഞ്ഞിട്ട് പോവും നന്നായിരുന്നു. പിന്നെ ഒരു കാര്യം, കൊച്ചു വയസ്സ് സമയം ഞാൻ കുറച്ച് സമയത്തിന് വേണ്ടി കർണാട്ടിക് റായ്പൂരിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറച്ച് രാഗാസിന്റെ പേരൊക്കെ നമുക്ക് പാരലലി അറിയാം. ആരെങ്കിലും യമൻ രാഗ് പറഞ്ഞ അതിന് ഇക്വലന്റ് കല്യാണിയാണ്. എനിക്ക് പ്രസന്റേഷൻ സ്റ്റൈൽ മാറ്റി എല്ലാ എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് ആ വരി ഞാൻ പാടുന്നത് അതിനെ എക്സ്പ്ലനേഷൻ ചെയ്ത് അങ്ങനെയാണ് പ്രോഗ്രാംസ് തുടങ്ങിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ ഒരു കണക്ഷൻ നന്നായിട്ട് വരാനേ തുടങ്ങി. ഒരു നല്ല സംഗീതം ഉണ്ടെങ്കിൽ എല്ലാ മ്യൂസിഷ്യൻ അത് സപ്പോർട്ട് ചെയ്യും. ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും തമ്മിൽ സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാവും. എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്ന സാമ്യങ്ങളും വ്യത്യാസങ്ങളും? ഒരു മ്യൂസിഷ്യന് ഇങ്ങനെ
ചോദിച്ചാൽ ദർ ഇസ് നോ ഡിഫറൻസ്. ടെക്നിക്കൽ ഡിഫറൻസസ് ഉണ്ട്, ഗമക പാടാനൊരു ഡിഫറൻസ് ഉണ്ട്, വോയിസ് പ്രൊജക്ഷനൊരു ഡിഫറൻസ് ഉണ്ട്, പഠിപ്പിക്കാൻ രീതിയിലൊരു ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് പഠിപ്പിക്കാൻ രീതി ഡിഫറെന്റ് ആയിട്ട് വരുന്നത് കാരണം എന്താ, പ്രൊജക്ഷൻ ഓഫ് ദ വോയിസ് ഗമക വേറെ ആണ്. മൊത്തം ഒരു പ്രൊജക്ഷൻ വോയിസ് നമ്മുടെ ഫോഴ്സ് കൊടുത്തിട്ടാണ് നമ്മുടെ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഈ ഗമക പാടാന രീതി അത് ടോട്ടൽ ഒരു വ്യത്യാസമുണ്ട് ഹിന്ദുസ്ഥാനി ആൻഡ് കർണാട്ടിക്. ബാക്കി രാഗങ്ങൾ സത്യം പറഞ്ഞ എല്ലാത്തിലും ഒരു കമ്പാരിറ്റീവ് രാഗ നമുക്ക് എന്തായാലും കിട്ടും. ചെറുതായിട്ട് ഒരു വ്യത്യാസം കാണും. താളത്തിൽ തന്നെ കർണാട്ടിക് മ്യൂസിക് സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യൻ മ്യൂസിക്കിന് ബേസ് സ്ട്രക്ചറാണ്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഒരു പേർഷ്യൻ ഇൻഫ്ലുവൻസ് ആയത് ശേഷമാണ് ഇന്ത്യൻ മ്യൂസിക്കിന് ഒരു മാറ്റം വന്നത്. അപ്പോൾ എല്ലാ മ്യൂസിക് സിസ്റ്റമിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു കുറേ കാര്യങ്ങൾ ഹിന്ദുസ്ഥാനിന് നല്ലതാണ്. പക്ഷേ താളം നോക്കിയാൽ കണക്ക് നോക്കിയാൽ അത് കർണാട്ടിക് നമുക്ക് രണ്ടത്തിലും ഉണ്ട്. പക്ഷേ അതിനെ രീതി വേറെ. പക്ഷെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഹിന്ദുസ്ഥാനി കൂടുതൽ മെലഡിയസ് ആണ് തോന്നും, ഭാവങ്ങൾ കൂടുതലാണ് തോന്നും. പക്ഷേ കർണാട്ടിക് ക്ലാസിക്കൽ നല്ല ഒരു കട്ടി ഒരു യൂസ് ആണ് ഗമക്കായൊക്കെ. കർണാടക സംഗീതം ട്രൈ ചെയ്തിട്ടുണ്ടോ? മുമ്പ് ഞാൻ പാടിയിട്ടുണ്ട്. ആക്ച്വലി ഓൾ ഇന്ത്യ അവാർഡൊക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട് കൊച്ചു വയസ്സ് മുതൽ. പക്ഷെ പിന്നെ ആ ലെവലിൽ പഠിപ്പിക്കാനേ ഉള്ളത് ടീച്ചേഴ്സ് നമുക്ക് ഛത്തീസ്ഗഡിൽ കിട്ടിയില്ല. ഒരു ആഗ്രഹം എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. പഠിപ്പിക്കുന്ന സാറ് വീണ സാറായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു എനിക്ക് ഇതിന് കൂടുതൽ ഗമക സ്റ്റൈലേക്ക് വോയിസിന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് പിന്നെ സ്റ്റോപ്പ് ആയത്. പിന്നെ 8th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേ അച്ഛൻ പാസ്ഡ് അവേ. പിന്നെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാനേ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി പോയി. അങ്ങനെയാണ് അത് വിട്ടത്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിലേ ഉണ്ടായിരുന്നു സൗത്തിൽ നിന്നാണ് ലൈഫ് പോകാനുള്ളത്. അതാണ് സംടൈംസ് കൊച്ചു വയസ്സിലാണ് ഈ കർണാട്ടിക്കിന് ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടിയത്. അവിടെ അങ്ങനെ കർണാടക സംഗീതം പഠിക്കുന്ന ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോ ഉണ്ട്. ഇപ്പോ കുറെ പേര് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ അവിടെ പോകുന്നുണ്ട്. നമുക്കൊരു പാട്ട് പാടിയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ. ദി രാഗ് ഭാഗ്യശ്രീയാണ്. सखी सावरी गिरधर गोपाल, सखी सावरी गिरधर गोपाल, पन घट रोके अरु करत राय, सावरी गिरधर गोपाल, सखी सावरी गिरधर गोपाल, रंग रंगीले रसिक बन बैठे, रंग रंगीले रसिक बन बैठे. പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് 2 കുട്ടികൾ വന്നു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ആ ഒരു ആദ്യത്തെ പഠിപ്പിക്കുന്ന അനുഭവം? ഫസ്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയ സമയം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, സ്പെഷ്യലി മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ആ കുട്ടി സംസാരിക്കുന്നത് മലയാളം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞത് ഹിന്ദി കുട്ടിക്ക് മനസ്സിലാവുന്നില്ല, ഹിന്ദി പ്രൊനൗൺസിയേഷൻ കുറച്ച് ശരിയാവും കുറച്ച് ശരിയാവത്തില്ല. പിന്നെ ഹിന്ദി കോമ്പോസിഷൻസ് എല്ലാം ഹിന്ദി ബ്രജഭാഷ, അവധി ഭാഷ, രാജസ്ഥാനി ഭാഷ ഇങ്ങനെയാണ് ഹിന്ദുസ്ഥാനി കോമ്പോസിഷൻസ് ഒക്കെ. ഒരു ലൈനിൽ ഒരു വേർഡിനെ മീനിങ് പറഞ്ഞിട്ട് മാത്രമല്ല നമുക്ക് ഭാവം മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ അതൊരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം എൻ്റെ മൂത്ത മോന് ആ സമയം 2 വയസ്സായിരുന്നു. അവനെ തന്നെ ഒരു മലയാളം മനസ്സിലാക്കി സംസാരിക്കാൻ ഒരു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ആ കുട്ടീനെ കൂടെ തന്നെ പിന്നെ ആ സ്റ്റുഡൻറ്റും എങ്ങനെയാണ് ഒരു വേർഡ് ഹിന്ദി എന്താണ്, ഇംഗ്ലീഷ് എന്താണ്, മലയാളം എന്താണ്, ലാംഗ്വേജ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഞാൻ പഠിച്ചത് വിതിൻ 1 വീക്ക് 1, 2, 3, 4 നമ്പേഴ്സ് ആണ് പഠിച്ചത്. കാരണം ഏതെങ്കിലും മേടിക്കാനും പോയാൽ അതിനൊരു പൈസ പറയാൻ സമയം ഇല്ലെങ്കിൽ എത്ര വേണം പറയാൻ, 1 വേണം 2 വേണം, അങ്ങനെ നമ്പർ വെച്ചാണ് ഫസ്റ്റ് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് അകത്ത് ഉണ്ടെങ്കിൽ, അതിനെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ പറയും 200% പോസിറ്റീവ് എനർജി വേണം അത് കണ്ടിന്യൂ ചെയ്യാൻ. കാരണം നോർത്ത് ഇന്ത്യനെ വന്നിട്ട് ഇപ്പോഴത്തെ സമയം വേറാണ്.
എല്ലാനെ ട്രാൻസ്ലേഷൻ നമുക്ക് ഗൂഗിളിൽ കിട്ടുന്നുണ്ട്. അതെ, സാങ്കേതിക ഒരു വിദ്യ. പ്രശ്നമില്ല ഇവിടെ. ആ സമയം ഒരു ഭാഷനെ, ഒരു വാക്ക് സംസാരിക്കാൻ, ഒരു വേർഡ് മനസ്സിലാക്കാൻ ഇറ്റ് വാസ് റിയലി ഡിഫിക്കൽട്ട്, ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ ആ ഒരു പോസിറ്റീവ് എനർജി എൻ്റെ ഗുരുകൃപായിരുന്നു, എൻ്റെ പേരൻസിനെ ഒരു അനുഗ്രഹം പറയാൻ. അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. ലാംഗ്വേജ് വാസ് ദ മെയിൻ ഇഷ്യൂ. ശ്രുതി നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാം. ഐ തിങ്ക് വിതിൻ 6 months അത് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം പറയാം, എൻ്റെ കീഴിൽ പഠിച്ചിട്ടുള്ളത് എത്ര സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവർക്കും പേരൻസിന് ഭയങ്കര ആഗ്രഹം ടീച്ചർ മലയാളം സ്വന്തം സംസാരിക്കാൻ തുടങ്ങി നല്ലതാണ്, പക്ഷെ ടീച്ചർ ഹിന്ദി സംസാരിക്കണം, നമ്മുടെ മക്കൾ ഹിന്ദി മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെ. ആ പോസിറ്റീവ് എനർജി വെച്ചാണ് കുട്ടികൾ തന്നെ ഹിന്ദി മനസ്സിലാക്കി ഞാൻ തന്നെ മലയാളം എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നത് ഈ എല്ലാവർക്കും ഒരു ഹെൽപ്പാണ്. പഠിപ്പിക്കാൻ എന്നുള്ളതല്ലാതെ മലയാളം സാധാരണയായിട്ട് പറയാറുണ്ട് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ്. അങ്ങനെ തോന്നിയിരുന്നോ? തോന്നി. ഉച്ചാരണം നമ്മുടെ ചെയ്യുന്നത് അതാണ് ഒരു മെയിൻ കാരണമാണ്. ബാക്കി എനിക്ക് മനസ്സിലാക്കാനേ ഇല്ലെങ്കിൽ ഒരു പോയിട്രി ലാംഗ്വേജ് നമ്മുടെ പറയൂലേ മലയാളത്തിൽ ഒരു കാവ്യ ഭാഷ, ആ ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം അത് ബേസിക് സംസ്കൃതാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് 10th ക്ലാസ് വരെ സംസ്കൃത് സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു. മലയാളം സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു 4 വാക്ക് നമ്മൾ സംസാരിച്ച അറ്റ്ലീസ്റ്റ് 6 to 7 words വിൽ ബി സംസ്കൃത്. അതിന് പ്രൊനൗൺസിയേഷൻ മാറ്റമുണ്ട്. ഈ സംസ്കൃതാണ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് വിതിൻ 6 months. പിന്നെ സംസാരിക്കാൻ കുറച്ച് സമയമെടുത്തു, കാരണം അത്ര പ്രാക്ടീസ് ഇല്ലാത്ത. സ്ലോലി പ്രോഗ്രാമിന് പോയ എല്ലാ ആർട്ടിസ്റ്റ് എല്ലാവരൊക്കെ കൂടെ സംസാരിച്ച് കുറെ കാര്യങ്ങൾ ശരിയായി. മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് നമ്മളും പഠിക്കുന്നു, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? വീട്ടില് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ ബംഗ്ലാ ഭാഷ സംസാരിക്കും. വീട്ടില് ഹിന്ദിയും ഇല്ല, ഇംഗ്ലീഷും ഇല്ല, മലയാളം ഇല്ല. വീട്ടില് പുറത്തു പോയാൽ നമുക്ക് ഏത് ഭാഷ ആവശ്യം അതാണ് സംസാരിക്കും. മലയാളത്തില് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് മക്കളിനെ കൂടെ. പക്ഷെ അവർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചിലപ്പം ആ വാക്ക് എനിക്ക് അറിയാമുണ്ടെങ്കിൽ ഞാൻ പറയും. എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കറക്റ്റ് ചെയ്യും. കാരണം അവര് എഴുതാനെ വായിക്കാനേ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഈ ബാംഗ്ല, ഛത്തീസ്ഗഡി ഈ 2 ഭാഷകളും അറിയാം, ഹിന്ദിയും അറിയാം. ഇത് 3ഉം തമ്മിൽ നല്ല സാമ്യമുണ്ടോ? ഹിന്ദി, ബാംഗ്ല ആൻഡ് ഛത്തീസ്ഗഡി വേർഡ്സ് കുറെ സിമിലർ ഉണ്ട്. ഛത്തീസ്ഗഡി ആക്ച്വലി ഭാഷ ഇല്ല, അത് ബോലിയാണ്, ലിപിയില്ല. ബാംഗ്ല അഗെയിൻ ബേസ്ഡ് ഈ സംസ്കൃത്. വേർഡ്സിനെ ക്രിയ മാത്രമാണ് മാറുന്നത്, ബാക്കി കുറെ വേർഡ്സ് സിമിലർ ആണ്. പ്രൊനൗൺസിയേഷൻ മാറിപ്പോകും. അഭ്രദിത എൻ്റെ പേരാണ്. ബംഗ്ലാന്ന് സംസാരിക്കുമ്പോൾ അഭ്രദിത. നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതം പറഞ്ഞു, കർണാടക സംഗീതം പറഞ്ഞു, ഇത് 2ഉം ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞു, അത് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മറ്റു തരത്തിലുള്ള പാട്ടുകളും ആസ്വദിക്കാറുണ്ടോ? ഫിലിം മ്യൂസിക് ഡെഫിനറ്റ്ലി കേൾക്കാറുണ്ട്, നന്നായിട്ട് കേൾക്കാറുണ്ട്. എനിക്ക് മെലഡിയാണ് കൂടുതൽ ഇഷ്ടം. നമ്മുടെ ഇപ്പോഴത്തെ സമയത്ത് പാട്ടിനെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ്റെ കൂടെ നമുക്ക് പോയില്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ മാറി. ജനറേഷൻ കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മാറുന്നത്. നമ്മുടെ ബേസിക് ട്രഡീഷണൽ ആഗ്രഹങ്ങൾ അതിനെ മെർജ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് പോയാൽ ട്രഡീഷണൽ ഐറ്റംസ് നമുക്ക് ഒരു സൂക്ഷിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് മൈ മെയിൻ മോട്ടോ. സോ ഐ ഓൾവേസ് ട്രൈ ചെയ്യും സ്റ്റുഡൻസിന് ഐഡിയാസ് എന്താണ്, അവർക്ക് ഐഡിയാസ് വെച്ചിട്ട് ട്രഡീഷണലിനെ കൂടെ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവർക്ക് വോയിസ് പ്രൊജക്ഷൻ അവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ എല്ലാം ശ്രദ്ധിക്കും. എനിക്ക് അങ്ങനെ പോലത്തെ ഏതെങ്കിലും പാട്ട് പാടാൻ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ചോദിക്കും ഇതിനെങ്ങനെയാണ് ചെയ്യാനുള്ളത്. വെസ്റ്റേൺ ഞാൻ കേൾക്കും. എനിക്ക് ഓപ്പറ മ്യൂസിക് വളരെ ഇഷ്ടമാണ്. കാരണം എന്താണ്, ഈ ഓപ്പറ മ്യൂസിക്കിന് ഉള്ളത് വിബ്രാറ്റോ. ആ വിബ്രാറ്റോ ഹിന്ദുസ്ഥാനി ഗമക വളരെ സിമിലർ ആണ്. എനിക്ക് പുറത്തുള്ളത് കുറെ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് പോണുണ്ട് എല്ലാ വർഷം. അതിന് 2-3 പേര് ഓപ്പറ സിംഗേഴ്സ് ആയിരുന്നു. അവര് ഇവിടെ വന്നിട്ട് ഹിന്ദുസ്ഥാനി പഠിക്കുന്ന സമയം അവർക്ക് ഗമക പാടാൻ വളരെ ഈസി ആയിരുന്നു. നിരഗരസ നിരഗമപമഗരസ ഈ ഗമക ഹിന്ദുസ്ഥാനി ഒരു പാറ്റേൺ ആണ് ഇത്. അവർ പെട്ടെന്ന് അത് പാടും. ജാസ് എനിക്ക് ഇഷ്ടമാണ്, കാരണം കോഡ് പ്രൊഡക്ഷൻ. എനിക്ക് ആരെങ്കിലും ചോദിച്ച റെക്കോർഡിങ്ങിന് ഓട്ടോമാറ്റിക് മ്യൂസിക് ഒക്കെ യൂസ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഞാൻ അതന്നെ നോ പറയും. ദാറ്റ് ഈസ് നോട്ട് ക്രിയേറ്റിവിറ്റി, ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ ക്രിയേറ്റിവിറ്റി. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ അഭ്രദിത ബാനർജിയുമായി ഐശ്വര്യ നടത്തിയ അഭിമുഖം തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.